നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളൊരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ആണ്. അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം സവാളയാണ് ചേർക്കുന്നത്. ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചതാണ്. അപ്പം അത് ഇതിലേക്ക് ഇടാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മസാലയൊക്കെ മൂത്ത് തക്കാളിയും സവാളയും ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബീട്രൂട്ടാണ് എടുത്തത്, അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം വെള്ളവും കൂടെ ചേർത്തു. ഇനി നമുക്ക് ഇത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടും. അപ്പം എന്തായാലും ഒരു വിസിൽ വരട്ടെ. ഇതിലേക്ക് ഇനി ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ സാദാ ജീരകം, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന നല്ല ജീരകം, 1 ടീസ്പൂൺ പോപ്പി സീഡ്സ്. ഇത് നിർബന്ധമൊന്നുമില്ല, കുറച്ച് കറിക്കൊരു കട്ടി കിട്ടും നമുക്ക്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തത്. അപ്പം അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും തിളക്കണ്ട, ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ ബീട്രൂട്ട് വെച്ച് നമ്മളൊരു അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നല്ല ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ്, പിന്നെ അതുപോലെ ഒരു മസാലകളുടെ ഒരു ടേസ്റ്റ്, പിന്നെ ചെറിയൊരു പുളിയും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാം, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുള്ള വ്യത്യസ്തമായ ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.